ഹലോ ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ SBI ക്ലർക്കിൻ്റെ മെയിൻസ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മെയിൻസ് എക്സാം കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനകത്ത് തന്നെ അതിൻ്റെ റിസൾട്ട് വരും. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, അതിനൊപ്പം തന്നെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് അല്ലെങ്കിൽ LPT എന്ന് പറയുന്നത്. സോ നമ്മൾ അതിനെക്കുറിച്ച് സ്റ്റുഡൻസിന് കുറേ ഡൗട്ട്സ് ഉണ്ട്. LPT ആർക്കൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്, LPTയിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ നമുക്ക് ആവശ്യം വരുന്നത്. ഓക്കെ, സോ ഐ വിൽ ഗോ ആൻഡ് ട്രൈ ആൻഡ് ക്ലിയർ ഔട്ട് ഓൾ ദ ഡൗട്ട്സ് ദാറ്റ് വി ജനറലി ഫേസ് ഇൻ LPT. ഇതിപ്പോൾ ഞാൻ പറയുന്നത് SBI ക്ലർക്കിൻ്റെ LPTയെ കുറിച്ചാണ്, IBPSൻ്റെ കാര്യമല്ല. ഓക്കെ, SBI ക്ലർക്കിൻ്റെ LPT പൊതുവെ എന്താണ്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ ഒപ്പം തന്നെ വരും. LPTയിൽ ആർക്കാണ് LPT കൊടുക്കേണ്ടി വരുന്നത്? എല്ലാവർക്കും LPT ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ലാംഗ്വേജ് പ്രൊഫിഷ്യൻ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സപ്പോസ് ഞാൻ എൻ്റെ സെൻറ്റർ കേരളത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. എന്നിട്ട് എൻ്റെ സെൻറ്റർ ഞാൻ കേരളത്തിൽ തന്നെ കൊടുക്കുകയാണ്. എന്നിട്ട് എൻ്റെ 10ാം ക്ലാസ്സിൽ ഞാൻ മലയാളം 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ +2 മലയാളം നമ്മൾ പഠിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് വരെ മിനിമം മലയാളം പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, കേരളത്തിലാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യേണ്ടി വരില്ല. ഓക്കെ, പക്ഷേ ഞാനിപ്പോൾ തമിഴ്നാടോ അല്ലെങ്കിൽ ആന്ധ്രയോ അങ്ങനെയാണ് സെൻറ്റർ കൊടുക്കുന്നത്. പക്ഷേ ഞാൻ പഠിച്ചത് വളർന്നത് എവിടെയാണ്, കേരളത്തിലാണ്. എനിക്ക് തമിഴ് ലാംഗ്വേജോ അല്ലെങ്കിൽ ആന്ധ്ര ലാംഗ്വേജ് അറിയില്ല. അപ്പോൾ അവർക്ക് നമ്മളവിടെ ജോബ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ വായിക്കാൻ പറ്റുമോ, ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ, എഴുതാൻ പറ്റുമോ, ഈ കാര്യം അറിയണം. അതിന് വേണ്ടിയാണ് അവർ എന്ത് ചെയ്യുന്നത്, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി അവർക്ക് അറിയേണ്ടത് എന്താണ്, റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയണം, പിന്നെ റൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയണം, പിന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയണം, ആൻഡ് ദെൻ സ്പീക്ക് ചെയ്യാൻ പറ്റുമെന്ന്, സംസാരിക്കാൻ പറ്റുമെന്ന് അറിയണം. ഇത്രയും കാര്യങ്ങൾ അവർക്ക് അറിയണം. സോ അതിനവർ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റിൽ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കൊരു RC ഉണ്ടാവും, ഒരു റീഡിങ് കോംപ്രിഹെൻഷൻ. ആ റീഡിങ് കോംപ്രിഹെൻഷനെ നിങ്ങൾ വായിച്ചിട്ട് അതിനെ മനസ്സിലാക്കി അതിനെ ബേസ് ചെയ്തിട്ട് ഒരു 8-10 ക്വസ്റ്റൻ ഉണ്ടാവും. 10 ക്വസ്റ്റൻ ജനറലി ഉണ്ടാവാറുണ്ട്. ആ 10 ക്വസ്റ്റനിൽ ഒരു 4-5 ക്വസ്റ്റനെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യല്ല, കറക്റ്റായിട്ട് തന്നെ എഴുതുകയാണെങ്കിൽ ആൻസേഴ്സ് നിങ്ങൾക്ക് എഴുതുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ തമിഴിലാണെങ്കിൽ തമിഴിൽ എഴുതണം, ആന്ധ്രയിലാണെങ്കിൽ ആ ലാംഗ്വേജിൽ. ഓക്കെ, സോ 4-5 ക്വസ്റ്റൻ്റെ ആൻസർ അവിടെ എഴുതുക. അപ്പോഴത്തേക്ക് അവർക്ക് എന്തൊക്കെ കിട്ടും, RC വായിക്കാൻ പറ്റുമോ, ഓക്കെ, റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പിന്നെ റൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ മൂന്നിൻ്റെയും നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടോ ഇല്ലെന്ന് ഈ ഒരു കാര്യം കൊണ്ട് തന്നെ അവർക്ക് ക്ലാരിറ്റി കിട്ടും. ഇനി 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ. അവർ ഭയങ്കര ഫ്ലുവൻറ്റ് ലാംഗ്വേജ് സംസാരിക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരെ കൂടെ ഇൻറ്ററാക്ട് ചെയ്ത് അവർ പറയുന്ന കാര്യം മനസ്സിലാക്കാനും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും അത് പറ്റുമോ ഇല്ലേ, അത്രയാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ചിലപ്പോൾ സ്കൂൾ ടീച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് ആയിരിക്കാം, അവരാരെങ്കിലും വന്നിരുന്ന് നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ ജനറൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, അവർ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് നോക്കും. അതിനൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ അവർ ചെയ്യുന്നത് വെച്ചാൽ, ഈ സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ദേ മൈറ്റ് ഗിവ് യു എ ന്യൂസ് പേപ്പർ ടു റീഡ്. ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും നോവലോ ആ ലോക്കൽ ലാംഗ്വേജിൻ്റെ സാധനം അത് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, വായിച്ച് കാണിക്കേണ്ടി വരും. ഇത്രയാണ് ബേസിക്കലി ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റിൽ വരുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? സോ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് വളരെ സിമ്പിൾ ലെവലിലാണ് വരുന്നത്. എന്നാൽ പോലും ചില സ്റ്റുഡൻസ് അതിൽ ഫെയിൽ ആവാറുണ്ട്. ആൻഡ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ എന്താവും, നിങ്ങൾക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോകാൻ പറ്റില്ല. ഐ ഹോപ്പ് ദാറ്റ് പോയിന്റ് ഇസ് ക്ലിയർ. പിന്നെ പലപ്പോഴും സ്റ്റുഡൻസിന് ഒരു ഡൗട്ടും കൂടെ വരാറുണ്ട്. ദാറ്റ് ഈസ് SBI ക്ലർക്ക് നിങ്ങൾ ഒരു സ്റ്റേറ്റിൽ എടുക്കുകയാണ്, അവിടെ നിങ്ങൾക്ക് പിന്നെ ട്രാൻസ്ഫർ വാങ്ങി വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലോട്ട് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു സോണിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സോണിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും സോണിൽ പോകാൻ പറ്റുമോ? അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ക്ലാരിറ്റി തരാം. SBIയുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്, SBI എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻ്റർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇൻ്റർ സോൺ എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫർ പോസിബിൾ അല്ല, അങ്ങനെ ഒരു പ്രൊവിഷനേ ഇല്ല. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിൽ തന്നെ നിങ്ങളെ സർവീസ് തീരുന്നേരം നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടി വരും. ഇസ് ദാറ്റ് ക്ലിയർ? സോ തീരുമാനങ്ങൾ നിങ്ങൾക്കറിയാം ഏത് സ്റ്റേറ്റിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, നിങ്ങളെ ആവശ്യങ്ങളനുസരിച്ച് നിങ്ങൾ തീരുമാനം എടുക്കണം. ആൻഡ് മേക്ക് ഷുവർ നിങ്ങൾ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസ് നിങ്ങൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ തന്നെ ജോലി ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് അധികം സമയം കിട്ടില്ല ഒരു പുതിയ ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ. അപ്പോൾ സ്റ്റാർട്ടിങ് മുതലേ അതിനെക്കുറിച്ച് റീഡിങ് ഹാബിറ്റും റൈറ്റിംഗ് ഹാബിറ്റും ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ വലിയ പ്രഷർ വരില്ല. ഡിഫിക്കൽട്ടി ലെവൽ വളരെ സിമ്പിളാണ്, എന്നാൽ പോലും 10-15 ദിവസം കൊണ്ടൊന്നും പഠിച്ചെടുക്കാൻ പറ്റുന്ന അല്ല വേറൊരു ലാംഗ്വേജ്, ഒട്ടും അറിയാത്ത ലാംഗ്വേജ്. അതുകൊണ്ട് ആദ്യം മുതലേ ആ സീരിയസ്നെസ്സോടെ വേണം പഠിക്കാൻ, ഇഫ് യു ആർ റിയലി ഇൻട്രസ്റ്റഡ് ഇൻ വർക്കിംഗ് സംവെയർ എൽസ്. ഓക്കെ, സോ താങ്ക് യു ഓൾ ഓഫ് യു. ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക, ഈ നോളേജ് സ്പ്രെഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.